ഉണ്ടായില്ല. ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ പോലീസും കാര്യം വന്നു. അന്നേരം ഞാൻ ഇതിൻ്റെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയത് ഇങ്ങനെ ഇതൊരു വലിയ സംഭവമായിട്ട്. അപ്പോൾ വേറും ചാനലുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവരൊന്നും ആരോടും ബന്ധപ്പെടാൻ കഴിയില്ല. ഞാൻ നോക്കിയപ്പോൾ കണ്ട് മനോരമ ഏഷ്യാനെറ്റ് റിപ്പോർട്ടിൽ നിന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പിന്നെ മീഡിയ വണ്ണൊക്കെ തന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഒരു ഇതായിട്ട് തോന്നുന്നില്ല. പക്ഷേ അതേസമയം അതിൻ്റെ പ്രശ്നം അവിടെ ഒരു എന്താ പറയുക, ഡയാലിസിസ് സെൻ്ററിൻ്റെ ഒരു സ്ഥലമുണ്ട്. ആ ഡയാലിസിസ് സെൻ്ററിൻ്റെ ഒരു എനിക്കൊന്ന് 2-3 മാസം മുമ്പാന്ന് തോന്നുന്നു. അവിടെ കൗൺസിലറും അവിടുത്തെ ആളുകളും വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഉണ്ട് പ്രശ്നം, അപ്പോൾ അത് ഒന്ന് പ്രത്യേകം. അങ്ങനെ ഞാൻ എന്ത് വേണ്ടത്തു അത് വെച്ചു മുനിസിപ്പൽ ചെയർമാനോട് പറഞ്ഞു. മുനിസിപ്പാലിറ്റിയിലെ സംഗതിയാണല്ലോ. അപ്പോൾ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞു ഞാനത് ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് വീണ്ടും ഈ അംഗനവാടി ഉദ്ഘാടനത്തിന് അവിടെ പോയാൽ അവിടെ കുട്ടികളെ അയക്കില്ല എന്ന് പറഞ്ഞു മറ്റേ അംഗനവാടിയിലെ ടീച്ചറും അവിടുത്തെ കൗൺസിലർ മിനിയും കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്നു. അവർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നോക്കട്ടെ. അങ്ങനെ ഞാൻ എന്ത് വേണ്ടത് തണലാണല്ലോ, തണലിൻ്റെ ഇദ്രീഷ് എന്ന് പറയുന്നത് എനിക്ക് അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് വന്നു. ഞാൻ ചോദിച്ചു ഏത് ട്രെയിനാണ്? മാവേലിക്കാണ്. ഞാനും മാവേലിക്കുണ്ട്, നമുക്ക് ഒന്നായിട്ട് അവിടെ നിന്ന് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞു ഞാനും അറിഞ്ഞു വിവരം, അപ്പോൾ അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, ഞാൻ എന്തായാലും ഇടപെടുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ചെയർമാനോട് പറഞ്ഞു. ചെയർമാൻ പറഞ്ഞു നമുക്കൊന്ന് വേഗം ഇടപെടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടും പോലും ഇങ്ങനെ ഇതുണ്ടാക്കിയത് എന്താണ് ഇതിൻ്റെ പിന്നിലെ ഇതൊന്നും അറിയില്ല. എന്തായാലും ആ രീതിയിലുള്ളൊരു വല്ലാത്തൊരു സമീപനമായിപ്പോയി അവരോട്. അത് വേണ്ടായിരുന്നു. ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്ന പോയിക്കല്ലേ, ഞാൻ എന്തായാലും പോകാൻ തീരുമാനിച്ചതാണ്. പോയിട്ട് ഞാൻ തിരിച്ചു വരുന്നുള്ളതുകൊണ്ട് ഞാനും അങ്ങനെ പോയി. വേറൊന്നും എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല ഒരു ഇതായിട്ടുള്ള. അത് കഴിഞ്ഞ് പിന്നെ ഇന്ന് ഞങ്ങൾ ആ യോഗത്തിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞു എന്നാലും ചെയർമാനോട് പറഞ്ഞ് നമുക്കൊരു യോഗം വിളിക്കണം. ഡയാലിസിസിൻ്റെ ആളെയും അവിടുത്തെ കൗൺസിലർമാരും അതുപോലെ തന്നെ ഇവരെ ഈ ഇന്ന് വന്നവരെ കൂട്ടത്തിൽ നിന്ന് 5 ആൾ അവരെയും കൂടി വിളിച്ചുകൊണ്ട് യോഗം വിളിക്കാൻ പറഞ്ഞു. 5-ാം തീയതി രാവിലെ. കെ പി മോഹനൻ MLA പ്രതികരിക്കുകയായിരുന്നു. കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അതിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വിശദീകരിക്കുകയായിരുന്നു MLA.